ഹായ് സാർ. സാർ ഇപ്പം മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചത് കേട്ടിട്ടുണ്ട്. അപ്പം സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം ഫിക്സഡ് മൈൻഡ് സെറ്റും അതുപോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റും തമ്മിലൊരു ഡിഫറൻസ് എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മളിപ്പോൾ പേര് തന്നെ ഉണ്ടല്ലോ, ഫിക്സഡും ഗ്രോത്തും. അതെ അതെ. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ മൈൻഡ് സെറ്റ് ശരിക്കും നമ്മൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ. നമുക്ക് ഏത് രീതിയിൽ നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിലും നമ്മളെ മൈൻഡ് സെറ്റാണ്. നമുക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും എത്ര എന്താ പറയുക നമുക്ക് വേറെ കുറേ സ്കില്ലുകൾ ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൽ നിന്നൊരു ലെസൺ അവർ കണ്ടെത്തും. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഇപ്പൊ ഒരു ഫെയിൽ ആയി കഴിഞ്ഞു, ഒരു പ്രൊജക്ട് ഫെയിൽ ആയി, പക്ഷെ അവരെന്ത് ചെയ്യൂല, ക്വിറ്റ് ചെയ്യൂല. അവർ ഗ്രോത്തിൽ അവർ നെക്സ്റ്റ് അതിനുള്ള ലെസൺസ് എന്താണോ ഫെയിൽ ആയിട്ടുള്ള റീസൺ കണ്ടെത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, കണ്ടെത്തും. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആള് ഒരു പ്രൊജക്ട് ഫെയിൽ ആയി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫെയിൽ ആയി അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു കാര്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ എനിക്ക് സ്കില്ലില്ലല്ലോ, എനിക്ക് കുറെ കാര്യങ്ങളില്ല, അവനെ പോലെ അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ സ്റ്റെക്ക് ആവും. അതായത് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും, കംഫേർട്ട് സോണിലായിരിക്കും. നമുക്ക് ഓപ്പൺ ആയിട്ട് എന്താ പറയാ, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കംഫേർട്ട് സോണിലായിരിക്കും അവർ. അത് ബ്രേക്ക് ചെയ്യാൻ റെഡി അല്ല. അത് അവരെ തന്നെ സെൽഫായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആള് കയറി പോയിട്ടുണ്ടാവും. ഫിക്സ്ഡ് ഉള്ള ആൾ എപ്പോഴും ആ ഫിക്സ്ഡ് ചലഞ്ചസ് ഒക്കെ എന്തൊക്കെയായിരിക്കും, നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഇത് ശരിക്കും അറിയണമെന്നുള്ള ഇത് അറിയില്ല. നമ്മൾ ശരിക്കും ഒരു 5 വർഷത്തെ പ്ലാനൊക്കെ ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ 2 പേര് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ 2 പേര് കമ്പയർ ചെയ്യും. 2 പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരാള് പെട്ടെന്ന് ഗ്രോത്തിലേക്ക് പോയിട്ടുണ്ടാവും. ഈ ആള് എന്താണ്, അതൊരു ചെറിയ സുഖമാണ് ശരിക്കും കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ആൾക്ക് ആ ഒരു സുഖം നല്ല കിട്ടിയിട്ടുണ്ടാവും. അതായത് ഒരു ഓഫീസിൽ ഡെയിലി വന്ന് പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മനസ്സിലൊരു സുഖം ഉണ്ടാവും. പക്ഷെ ഇയാൾക്ക് അത് ഉണ്ടാവില്ല. ആർക്ക്? ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആള് കുറെ ചലഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ചലഞ്ചസ് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ആള് സ്റ്റോപ്പ് ചെയ്യൂല. ഒരു 5 വർഷത്തെ ഒരു ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ ഒരു 3 ഇയേഴ്സും ഇയാൾ കംഫർട്ടിലായിരിക്കും, നല്ല സുഖത്തിൽ പോയിട്ടുണ്ടാവും. ഇയാൾ സ്ട്രഗിളിങ്ങും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അതിന് ശേഷമുള്ള 2 വർഷം ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആള് ഹൈ ലെവലിൽ അപ്പോഴായിരിക്കും ഇയാള് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കുക. അത്രയും വർഷങ്ങൾ പോയതിനു ശേഷമാണ് നമ്മൾ പിന്നിലേക്ക് നോക്കുക. ഇഷ്ടം പോലെ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ 5 വർഷം മുമ്പുള്ള എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന കുറെ ആളുകൾ ഇപ്പോൾ എന്നോട് വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, നിങ്ങൾ അന്നേ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്തില്ല, അവരത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവര് അതെങ്ങനെയാ ചെയ്തത് അതൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പറ്റുമോ, ഒരു അരമണിക്കൂർ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. ഈ പ്രോബ്ലംസിനൊക്കെ ഓപ്പർച്യൂണിറ്റി ആയി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്സ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ശരിക്ക് ലൈഫിൽ പ്രോബ്ലംസും എന്താ പറയാ രണ്ടിന്റെ ബാലൻസിങ് ആണ് ശരിക്കും ലൈഫ്. പ്രോബ്ലംസും ഉണ്ടാവും, എന്താ പറയാ അതിന്റെ നേരെ ഓപ്പോസിറ്റും സംഭവിക്കും. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇതിന് ശേഷം എന്തോ നല്ലത് വരാനുണ്ട്. ശരിക്കും അത് സംഭവിക്കും. നമുക്ക് ചെറിയൊരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമുക്ക് വരാണ്ടാവുക. പ്രോബ്ലം നമുക്ക് ബിഗ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ശരിക്കും സന്തോഷിക്കുക. ഞാനൊക്കെ ആദ്യം എനിക്ക് പ്രോബ്ലംസ് വരുമ്പോഴേക്കും എന്ത് ചെയ്യാണ്, ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ ഉള്ളിൽ ഭയങ്കര ഫീൽ ടെൻഷൻ ആയിരിക്കും. ഇപ്പൊ ഞാൻ അത് മനസ്സിലാക്കി, ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, നല്ലതെന്തോ വരാനുണ്ടല്ലോ. ആ രീതിയിൽ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ പ്രോബ്ലംസ് വരുമ്പോഴും ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, സന്തോഷിക്കും. ശരിക്കും ഈ പ്രോബ്ലംസ് ആണ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ ഒരാളെ മീറ്റ് ചെയ്ത് സംസാരിച്ച് അവര് എന്നെ ഇൻസൾട്ട് ചെയ്തു. ശരിക്കും എന്റെ ലൈഫിൽ ചിലപ്പോൾ എന്താണ് ആ ഒരു ഇൻസൾട്ടിങ് ചിലപ്പോൾ എന്ത് ചെയ്ത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര ടെൻഷനും അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഇൻസിഡന്റ് ആയിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഉയർത്തി കൊണ്ടുവരാം. കാരണം ആ ഒരു സംഭവങ്ങൾ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്യും, നമ്മൾ അടുത്തൊരു കാര്യം അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഉള്ളിലൊരു ഫയർ വരും. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതും കടന്നു പോകും, അപ്പുറത്തേക്ക് അവിടെ ഒരു നിധി വരാനുണ്ടെന്നുള്ളത്. സർ, ഇപ്പൊ നമ്മൾ അറിയാതെ നമ്മൾ കംഫർട്ട് സോണിലായി പോവാറുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരും. പേഴ്സണലായിട്ട് അതെ അതെ അതെ.
ശരിക്കും കംഫർട്ട് സോണിലാകുന്ന നമ്മൾ ശരിക്കും അറിയില്ല. അത് എവിടെ പല ആളുകളും കംഫർട്ട് സോൺ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമല്ലോ. ഇത് അറിയാതെ പോകുന്നതുകൊണ്ടാണ് ഈ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത്. നമ്മുടെ ടൈമുകൾ കുറെ വേസ്റ്റ് ആയി പോകുന്നു. ശരിക്കും നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ കുറച്ച് ഡ്രീമുകൾ അല്ലെങ്കിൽ കുറച്ച് ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ടൈമിനുള്ളിൽ നമ്മൾ കുറച്ച് ഗോൾസുകൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ. അതായത് ഡ്രീംസ് പല ആളുകൾക്കും ഉണ്ടാവുമല്ലോ. അതിലേക്ക് നമ്മൾ എന്ത് ഇനീഷ്യേറ്റീവ് എടുത്തു എന്നുള്ള ഒരു 3 months അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കംഫർട്ട് സോണിലാണോ അല്ലേ എന്നുള്ളത്. കംഫർട്ട് സോണിൽ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ആണെങ്കിൽ നമ്മളിതൊന്നും അച്ചീവ് ചെയ്യണമെന്നില്ല, അതിനുള്ള ഇനീഷ്യേറ്റീവ് പോലും എടുത്തിട്ടുണ്ടാവില്ല. അതങ്ങനെ കടന്നു പോകും. ഡ്രീമല്ല, അതങ്ങനെ കടന്നു പോകും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവും. അത് മനസ്സിലാക്കിയോ? അപ്പൊ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രീം സെറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നോക്കുക. ഒരു 3 months കൂടുമ്പോൾ ഒരു അനാലിസിസ് നടത്തി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ബ്രേക്ക് ചെയ്തോ അല്ലേ എന്നുള്ളത്. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വർഷം 2 വർഷമൊക്കെ ഇങ്ങനെ കടന്നു പോകും. അത് അറിയില്ല, അറിയാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇപ്പം നമ്മളിപ്പം ഈ കംഫർട്ട് സോണിന്റെ കാര്യം പറഞ്ഞു. കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമുക്ക് പൊതുവെ എനർജി കുറവായിരിക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എനർജി കുറവായ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ആ ഡേനെ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഓക്കെ, ഈ എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി അനുസരിച്ചായിരിക്കും എന്റെ സംസാരം, അല്ലെങ്കിൽ എന്റെ സംസാരം അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ വരിക. ശരിക്കും എനർജി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കംഫർട്ട് സോണിലാവുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് സോണിലായിട്ടുള്ള ആളുകളുമായിട്ടായിരിക്കും നമുക്ക് കൂടുതൽ ഇന്ററാക്ഷൻസ് വരാം. അപ്പൊ അതിനനുസരിച്ച് എനർജി കുറയും. ഇപ്പൊ നമ്മൾ ഓഫീസിലാണെങ്കിൽ പോലും നമ്മൾ ഒരു എനർജി കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ സമയത്താണെങ്കിൽ നമ്മൾ അന്ന് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അന്ന് സംസാരിക്കുക അതുപോലെ എനർജി കുറവുള്ള ആളുകളായിട്ടായിരിക്കും. അപ്പൊ നമ്മൾ പ്രൊഡക്ടിവിറ്റി ഒക്കെ അവിടെ പോകും. അല്ലെങ്കിൽ ഗോസിപ്പുകൾ പറയാ, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മളെ ടൈം കുറെ വേസ്റ്റ് ആയി പോകും. അതല്ല, നിങ്ങൾ ആ എനർജിയിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് ചിലപ്പോൾ മാനേജറായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ MD ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം, ഗ്രോത്തിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗിൽ വരുമ്പോഴേക്കും ഡെലിബറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, എനർജി നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമുക്ക് തോന്നുകയാണ് എനർജി കുറവാണ്. അപ്പോൾ ഞാനൊക്കെ വരുന്ന സമയത്ത് കാറിൽ എന്തെങ്കിലും എനർജി ഡൗൺ ആണെങ്കിൽ നല്ല വീഡിയോസ് എന്ത് ചെയ്യും, പ്ലേ ചെയ്തിട്ട് കേട്ടിട്ടാണ് വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓഫീസിൽ എത്തുമ്പോഴേക്കും നമുക്കൊരു എനർജി വന്നിട്ടുണ്ടാവും. പ്രശ്നങ്ങൾ എല്ലാവരും ജീവിതത്തിലുണ്ടാവും, ഫാമിലിയിലാണെങ്കിലും എല്ലാ പേഴ്സണൽ ലൈഫിലാണെങ്കിലും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കരുത്. അതിനുവേണ്ടി നമ്മൾ എനർജി ഹൈ ആക്കാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതുപോലത്തെ ആളുകളുമായിട്ടൊന്ന് ജസ്റ്റ് ഒരു 10 minutes സംസാരിച്ചു നോക്കും, ഭയങ്കര എനർജി ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. സാർ, ഇപ്പോൾ സാറിന്റെ ഇപ്പോൾ ഡെയിലി ലൈഫിൽ സാർ അങ്ങനെ എന്തെങ്കിലും ഒരു മെന്റൽ വർക്ക്ഔട്ട്സ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ? ഇപ്പം തീർച്ചയായിട്ടും ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മൈൻഡ് കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അതായത് കുറെ കാര്യങ്ങൾ ഇപ്പൊ എഴുതി വെക്കുന്ന സിസ്റ്റം ആണെങ്കിലും, ഞാൻ മുമ്പത്തെ വീഡിയോസിലും ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എഴുതി വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അതായത് നമുക്ക് എഴുതി വെക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിന് അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങളൊരു കാര്യം എഴുതി നോക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എഴുതുന്നത് നമ്മൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നമുക്ക് കേൾക്കാനും വീഡിയോ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, വായിക്കാനും എഴുതാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷമ വേണം അതിന്. അപ്പൊ ക്ഷമയോട് കൂടി ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ബ്രെയിനിലേക്ക് അത് കയറുള്ളൂ. അത് കയറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മനഃപൂർവ്വം വായിക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക. അപ്പോൾ ഡ്രീമൊക്കെ ആണെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുതി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി എന്ത് ചെയ്യും, എഴുതുക എന്നുള്ള കാര്യം ഞാൻ എഴുതി വെച്ചിട്ട് കുറെ മാറ്റങ്ങൾ വരുത്തിയ ആളാണ്. അതായത് ജേണലാണെങ്കിലും മണി മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും നമ്മുടെ ഗോളുകളാണെങ്കിലും എല്ലാം എഴുതി വെച്ചിട്ട് അതൊരു സമയമാകുമ്പോഴേക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെന്റൽ എക്സസൈസ് ചെയ്യാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എക്സസൈസ്. പിന്നെ കേൾക്കുക, നമ്മളെ ഗോളുകളൊക്കെ കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പറയുമ്പോൾ അങ്ങനെ നീണ്ടു പോകും. ഇപ്പൊ ടൈം മാനേജ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ എനർജി മാനേജ് ചെയ്യുന്നതാണോ, ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ സാറിന്റെ ഒരു ഇത് എടുത്ത് നോക്കാം. ടൈം ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിച്ച ഒരാളായിരുന്നു. ടൈം ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ ടൈം മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന് വിചാരിച്ച് ജീവിച്ച ഒരാളായിരുന്നു ഞാൻ. നമ്മൾ ഓരോ കാര്യങ്ങൾ ഫിക്സഡ് സമയത്ത് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ 24 hours നമുക്കുള്ളൂ. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ടൈമിനേക്കാൾ വെരി ഇമ്പോർട്ടന്റ് ആണ് എനർജി എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്കൊരു 4 hours ആണ് നിങ്ങൾക്ക് എനർജിയിൽ എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ 4 hours ചെയ്യാന്നുള്ളതാണ്. ഒരു എനർജി ഇല്ലാതെ നമ്മളൊരു 12 മണിക്കൂർ ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും ഹൈ എനർജിയിൽ 4 മണിക്കൂർ ചെയ്യുന്നതും ഭയങ്കര മാറ്റമുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള ടൈമിൽ കിടന്ന് ഉറങ്ങിയാലും, ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ, ഒരു ഡ്യൂട്ടി കറക്റ്റായിട്ട് ഒരു ടൈം ചെയ്ത് പോകുന്ന ആളുകൾക്ക് ഇത് പറ്റണമെന്നില്ല. നമ്മൾ കൂടുതൽ ടൈം എപ്പോഴാണ് എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് ആ സമയത്ത് നമ്മൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടും. ചിലപ്പോൾ 4 മണിക്കൂർ മതി 12 മണിക്കൂറിന്റെ കാര്യം ചെയ്യാൻ. ടൈമിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്താണ്, എനർജി. ഈ 12 മണിക്കൂർ നമുക്ക് ഈ എനർജി ആയിട്ട് നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ
അതൊരു 24-36 മണിക്കൂറിന്റെ അവിടെ കിട്ടും. കിട്ടും. ഓക്കെ അപ്പൊ അത് എനർജി നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈമിനേക്കാൾ ടൈം തന്നെയാണ്, രണ്ടും ഈക്വൽ ആണ്. പക്ഷെ ഈ എനർജി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് ചെയ്യും കിട്ടും, അല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം കിട്ടും. ഓക്കെ ഓക്കെ. സാറിന്റെ ലൈഫിൽ ഇപ്പം സാർ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഈ അച്ചീവ് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ സാറിന് ഒരുപാട് ഫെയിലിയേഴ്സും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാവുന്ന ടൈമിൽ സാറിന് ടോട്ടലി ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ ലൈഫിൽ എപ്പോഴെങ്കിലും? ശരിക്കും കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങള്, ശരിക്കും ഞാൻ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ല, ഇനിയും അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തെന്നുള്ളത്. പക്ഷെ ഞാൻ എന്റെ സ്വപ്നങ്ങളിലേക്ക് അതിന്റെ ഒരു 10% പോലും ഞാൻ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യം ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ എന്നുള്ളത്, തീർച്ചയായിട്ടും അത് ഓരോ ആളുകൾക്കും അത് തോന്നും. ഞാൻ ഈ മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ്, അതായത് മൈൻഡ് എന്താണ്, മൈൻഡ് കൊണ്ട് എന്തൊക്കെ നേടാൻ പറ്റുന്നത് പഠിക്കുന്നതിന് മുമ്പ് കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഫെയിലിയേഴ്സ് വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ മൈൻഡ് എന്താണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴാണ് ഈ ഗിവ് അപ്പ് ചെയ്യാന്നുള്ളൊരു സംഭവം നമ്മൾ അതിന് ആവശ്യമില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് എന്തുണ്ട്, സക്സസ് ഉണ്ട്, ഒരു നിധി അപ്പുറത്തുണ്ട്. അത് മനസ്സിലാക്കിയതോടുകൂടി പിന്നെ ഞാൻ ആ ഗിവ് അപ്പ് എന്നുള്ള സംഭവം എന്റെ ഡിക്ഷണറിയിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് വരും, പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തൊരു നിധിയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതും കടന്നു പോകും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സാറിന് അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരുടെ സ്റ്റോറി വെച്ച് അങ്ങനെ പറയാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇത് പറയല്ല. കാരണം നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ പറയാൻ പാടുള്ളൂ. ഞാൻ അബ്ദുൽ കലാം അത് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ സുക്കർബർഗ് അത് ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത സമയത്ത്, ഒരു ഗോൾ സെറ്റ് ചെയ്ത സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ കൂടി. അതായത് ഞാൻ ഓൾറെഡി കെട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് ഉണ്ട്, അതിൽ നിന്ന് ചെറിയ മാറ്റമല്ല ഞാൻ എന്ത് ചെയ്ത് ഫിക്സ് ചെയ്തത്, പ്രശ്നം കൂടിപ്പോയി. കൂടിയത് പ്രശ്നമൊന്നുമല്ല കേട്ടോ, അതല്ല പ്രശ്നം. പക്ഷെ കൂടിപ്പോയത് കൊണ്ട് എൻ്റെ പ്രശ്നങ്ങള് അതിനുശേഷം വന്നിട്ടുള്ള ചാലഞ്ചസ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഹെവി ആയി പോയി, ചൂടായി പോയി. ആ സമയത്ത് എന്താണ് ഇത് നിർത്തണ്ടേ എന്നുള്ളൊക്കെ തോന്നൽ വന്ന സമയത്ത് ഞാൻ വീണ്ടും നമ്മൾ ഈ മൈൻഡിന്റെ ബുക്കുകളും മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട സമയത്താണ് അതിന്റെ ഒരു ഇത് മനസ്സിലായത്. പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കിയ സമയത്ത് എന്താണ്, ഞാൻ ഫിക്സ് ചെയ്ത എമൗണ്ട് കൂടിയതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്തായി, ചലഞ്ചസും കൂടി എന്നുള്ളത് എന്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതൊരു എമൗണ്ട് ഫിക്സ് ചെയ്ത ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വിഷൻ ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ ഒരു എമൗണ്ടിൽ നിന്ന് വലിയൊരു എമൗണ്ടിലേക്ക് മാറിയപ്പോഴുള്ള ചലഞ്ചസും വലിയ ചലഞ്ചസ് ആയി മാറി. അതുകൊണ്ട് എന്റെ ലൈഫിലത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, നോക്കാറുള്ളൂ. കാരണം നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും. നിങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ എന്താണ്, ഇപ്പൊ സുക്കർബർഗോ അല്ലെങ്കിൽ വലിയൊരു ആളുകളെ നമ്മളെപ്പോഴാണ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ കയറി പോകാന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മള് സ്പ്ലെൻഡർ ബൈക്കാണ് എടുത്തെന്നുണ്ടെങ്കിൽ അടുത്തത് അങ്ങനെ എന്ത് ചെയ്യാം, കയറി പോയി കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയായിരിക്കും. ഓക്കെ ഓക്കെ. ഇപ്പോൾ സാറിന്റെ ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്ന ടൈമിൽ സാർ ആ ടൈമിൽ ഉണ്ടായിരുന്ന സ്മോൾ പ്രോഗ്രസ് ഒക്കെ സാർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം ശരിക്കും. കാരണം ആദ്യം നമ്മൾ ചെയ്യാറുണ്ടായിരുന്നില്ല. സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എനർജി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അച്ചീവ്മെന്റ്സ് മാത്രമല്ല, ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ഫാദർ മദറിന്റെ ഒരു 40-40ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല. 40ാമത്തെ വർഷം വേണ്ടി വന്നു ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോഴാണ് ചെറിയ കാര്യങ്ങൾ അവർക്കും അച്ചീവ്മെന്റ്, എന്താ പറയാ, അവർക്കും ഭയങ്കര സന്തോഷം. നമ്മൾ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ 40 വർഷമായിട്ട് 39 വർഷമായിട്ട് ചെയ്യാത്തൊരു കാര്യം 40ാമത്തെ വർഷം ചെയ്തപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ബർത്ത്ഡേ ആണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഓഫീസിൽ ഡെയിലി ടാർഗറ്റ്, നമ്മൾ ടാർഗറ്റ് എന്നുള്ള സംഭവം നമ്മൾ ഒഴിവാക്കി. ഹാപ്പിനെസ് പോയിന്റ് എന്ന് പറയാം, ഹാപ്പിനെസ് നമ്പർ എന്ന് പറയാം. അപ്പൊ ഡെയിലി ഒരു ഹാപ്പിനെസ് പോയിന്റ് ഉണ്ടാവും, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേഷൻ. അല്ലെങ്കിൽ വീക്കിലി ഒരു ഹാപ്പിനെസ് പോയിന്റ് ഉണ്ടാവും, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേഷൻ. മന്ത്ലി ഉണ്ടാവും, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേഷൻ. സെലിബ്രേഷൻസ് നടത്തിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് കോൺഫിഡൻസ് കൂടും, പോസിറ്റീവായിട്ട് ഇരിക്കും ചെയ്യും. പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട് പല ആളുകളും. പക്ഷെ ഇതുപോലത്തെ ചെറിയ ചെറിയ സെലിബ്രേഷൻസ് നടത്തി കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മളുടെ ലൈഫിൽ ഇപ്പൊ നമുക്ക് ഫെയിലിയേഴ്സ് വരുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലെ റിയൽ സ്ട്രെങ്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. സാറിന് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതായത് നമുക്ക് ഫെയിലിയേഴ്സ് വരുമ്പോൾ നമ്മൾ പവർഫുൾ ആവും ശരിക്കും.
ഓക്കെ. ഞാനൊരു എക്സാമ്പിൾ പറയാം. കോവിഡിന്റെ സമയത്ത് എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്ന സമയമായിരുന്നു. നമ്മളാണെങ്കിലും നമ്മുടെ കമ്പനി ആണെങ്കിലും ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഓക്കെ. നമുക്ക് ഓൾറെഡി നമ്മുടെ കമ്പനി ഫീസ് വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു. കാരണം ആ സമയത്ത് ക്ലാസ്സുകളൊന്നും നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ സ്കില്ല് മനസ്സിലാക്കിയത്. ഞാൻ സെയിൽസ് ആണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു സ്കില്ല് എന്നുള്ളത് ഞാൻ ആ സമയത്ത് കൂടുതൽ മനസ്സിലാക്കിയിട്ടായിരുന്നു. കാരണം ഓൺലൈനിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അന്ന് എൻക്വയറീസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഞാൻ എത്രത്തോളം എൻ്റെ ഉള്ളിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും അത് അങ്ങനെ ഒരു കോവിഡ് വന്നിട്ടില്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കില്ല. ഞാൻ എൻ്റെ സ്കിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ടതായിരുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു ടൈം വേണ്ടി വന്നു. കാരണം നമ്മൾ കുടുങ്ങിപ്പോയി. കാരണം കാറുണ്ട്, കാറിന്റെ അടവടക്കാൻ വയ്യ, ലോണ് ലോക്കായി പോയി. പിന്നെ നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടെന്ന് മാത്രമാണ്. അതായത് യാത്രകൾ ചെയ്യേണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സിറ്റുവേഷനിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടി. കാരണം അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടാനുള്ള ഒരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ആവശ്യങ്ങൾ വാണ്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ലോൺ അടക്കണം, കുറെ കാര്യങ്ങൾ വന്നപ്പോഴാണ് എന്ത് ചെയ്തുള്ളത്, നമ്മൾ ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി. ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമ്മളെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും, നമ്മൾ പവർഫുൾ ആവുന്നുണ്ട്. സാർ ഇപ്പൊ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ആ ടൈമിൽ സാറിന് കോവിഡിന്റെ ടൈമിൽ സാറിന് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും സാറിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയാൻ മേ ബി ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ സാർ ചിലപ്പം ഒന്ന് ഒതുങ്ങി പോകുമായിരുന്നു. എന്തായിരിക്കും ചിലപ്പം സാർ? തീർച്ചയായിട്ടും ഈ പറഞ്ഞപ്പോഴാണ് വാണ്ട്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എൻ്റെ ടീമിനോടും എൻ്റെ കൊളീഗ്സിനോടും എല്ലാവരോടും പറയുന്ന കാര്യമാണ് വാണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അത് പല രീതിയിലാവാം. ഇപ്പം ഞാൻ അന്ന് ലോണും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അവിടെ ഒതുങ്ങാതിരുന്നത്. നേരെ മറിച്ച് എനിക്കൊരു 5,000 മാത്രമേ, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് മാത്രമേ വീട്ടിൽ ജീവിച്ചു പോകാനുള്ള ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അത് എന്താകുമായിരുന്നു എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ആ രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ എനിക്ക് കുറെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ലോൺ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും കുറിയൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചേർന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചടവ് അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ അടച്ചുകൊണ്ടിരിക്കണല്ലോ. അങ്ങനെ കുറെ ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ പൊട്ടൻഷ്യൽ അവിടെ പുറത്ത് വന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ലോൺ എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ഈ കുറികളൊക്കെ ഉണ്ടാവല്ലോ, ചെറിയ ചെറിയ കുറികൾ, അപ്പൊ അതിന്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വാണ്ട് കൂടി. കാരണം അത് അടച്ചേ പറ്റൂ. ഇപ്പൊ ഒരു 10 ലക്ഷം മന്ത്ലി 10 ലക്ഷം കിട്ടുന്ന ഒരു കുറിയിലേക്ക് ചിലപ്പോൾ ഒരു മാസത്തിൽ 25,000 ആയിരിക്കും നമ്മൾ അടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ 50,000 ആയിരിക്കും അടക്കുന്നുണ്ടാവാം. ഈ 50,000 അടക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ എന്താണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു അടവില്ല, ഒരു സംഭവം ഇല്ലെങ്കിൽ എന്താണ്, ഞാൻ ആ അവിടെ ഇരിക്കും. നമ്മൾ എത്രത്തോളം പൊട്ടൻഷ്യൽ നമ്മൾ പുറത്തെടുക്കും, കാരണം ആവശ്യം വരുന്നില്ലല്ലോ. ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. ഞാൻ അപ്പം പറയുന്നൊരു കാര്യമാണ്, 3 കാറ്റഗറി ആളുകളുണ്ട്. ഒന്ന് ആവശ്യം, അതായത് കുറെ കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾ, അത് ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം ഉള്ള ആളുകൾ, ചില കാര്യങ്ങൾ അത്യാവശ്യമായിരിക്കും. അതായത് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒന്നുകൂടി പറയാം, അതായത് ആഗ്രഹങ്ങളില്ല, നോർമൽ ആഗ്രഹങ്ങളുള്ള ആളുകൾ, ഒന്നുകൂടി തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള ആളുകൾ നമ്മളെ കൊടുത്തിട്ടുണ്ടാവും. ആഗ്രഹങ്ങളുള്ള ആളുകളുണ്ടാവും, തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള ആളുണ്ടാവും. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, നേടിയേ പറ്റൂ എന്നുള്ള കാറ്റഗറി. ആ കാറ്റഗറിയിലായിരുന്നു ഞാൻ. ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് ക്വിറ്റ് ചെയ്യാം, തീവ്രമായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് ആഗ്രഹം മാത്രമാണ്, അവിടെ പ്രശ്നങ്ങളില്ല, ആഗ്രഹിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും ഓക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ ആ മൂന്നാമത്തെ കാറ്റഗറിയിൽ ആയതുകൊണ്ടാണ് അവിടെ നമ്മളെ പൊട്ടൻഷ്യൽ പുറത്ത് വന്നത്. മാക്സിമം നമ്മൾ മനഃപൂർവ്വം മൂന്നാമത്തെ കാറ്റഗറിയിലാകാൻ വേണ്ടി ട്രൈ ചെയ്യാം. റിസ്ക് എടുക്കുക എന്നുള്ളതാണ്, ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. ആ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് വരും. എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിൽ പോയി നമ്മൾ സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോവാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സക്സസ് സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ഉള്ള ആളുകളായിരിക്കും. അതൊക്കെ കേൾക്കാൻ അടിപൊളിയായിരിക്കും. പക്ഷെ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസിലുള്ള സ്ട്രഗിൾസ് ആൻഡ് ഫെയിലിയേഴ്സ് ഒക്കെ നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് മീൻസ് അവർക്ക് ഹെൽപ്ഫുൾ ആണെന്നുള്ളത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സാറിന്? ശരിക്കും സക്സസ് സ്റ്റോറി കേൾക്കുമ്പോൾ ആളുകളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആളുകൾ എന്നോട് പല ആൾക്ക് ചോദിക്കാറുണ്ട്, നീ പെട്ടെന്നാണ് മാറിയത്, നീ ഇങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ. ശരിക്ക് നമുക്ക് അതിന്റെ പിന്നിലുള്ള കഥകൾ പറയാനുള്ള ഒരു ഓപ്ഷനും കൂടി ശരിക്കും നമുക്ക് വേണം. അതാണ് കേൾക്കേണ്ടത്. കാരണം ഇപ്പൊ എന്റെ ഒരു സ്റ്റോറി ഒരാൾ കേൾക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആളുകളായിരിക്കും ബാക്കിയുള്ള ആളുകളും. അപ്പൊ അവിടുന്ന് എന്താണോ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ളത് ശരിക്കും ഇതിനെ കിട്ടുക. സക്സസ് സ്റ്റോറി കേട്ടതുപോലെ കിട്ടില്ലല്ലോ. ഞാൻ പറയാണ്, ഞാൻ അത് നേടിയെന്ന് പറയുമ്പോ എങ്ങനെ നേടി, ആ നേടുന്ന സമയത്ത് എന്തൊക്കെ സ്ട്രഗ്ലിങ്സ് ഉണ്ടായിരുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതല്ല ഞാൻ പറയേണ്ടത്. ശരിക്കും അത് ഷെയർ ചെയ്യുമ്പോഴാണ്
അടുത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിലേറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ശരിയാണല്ലോ റാസിക്ക, ആ ശരി, ആ സിറ്റുവേഷനിലൂടെ ഞാൻ ആ സിറ്റുവേഷനിലാണല്ലോ, എന്തായാലും എത്താൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കുന്നത് അങ്ങനെ തന്നെയല്ലേ, ഒരാളുടെ സക്സസ് സ്റ്റോറി കേൾക്കുന്നതിന് പകരം ആ ആള് എങ്ങനെ അവിടെ എത്തി, ആ വഴികളാണ് ഞാൻ നോക്കാറുള്ളത്. ആ വഴികൾ നോക്കുമ്പോൾ എന്താണ്, അവിടെ കല്ലും മുള്ളും എല്ലാം ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് അവർ മറികടന്നൂടെ എത്തിയത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഞാൻ പറയുമ്പോഴും എന്റെ താഴെയുള്ള ആളുകൾ, ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ എന്റെ താഴെയുള്ള ആളുകൾ നോക്കേണ്ടതാണ് ആ ഒരു സംഭവം. അതാണ് ശരിക്കും ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യുമ്പോഴും അതാണ് ഷെയർ ചെയ്യേണ്ടത്. കുറെ ആൾക്കാർ അച്ചീവ്മെന്റ് മാത്രം പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന അച്ചീവ്മെന്റ്സ് മാത്രമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയിട്ടാണ് ടർഫിൽ. സമയത്ത് ഞാനൊരു 6 അടിക്കുന്ന ഒരു സീൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ അടിയിൽ കൊടുത്തൊരു ക്യാപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 5 ബോളെങ്കിലും മിസ് ചെയ്തിട്ടാണ് 6ാമത്തെ 6 അടിച്ചത്. 5 ബോൾ മിസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അവിടെ ഷെയർ ചെയ്തിട്ടില്ല. 6ാമത്തെ 6 അടിച്ചത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ആളുകൾ ഷെയർ ചെയ്യൽ അങ്ങനെയാണ്, സക്സസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഷെയർ ചെയ്യുള്ളൂ. ഈ 5 ഇതിന്റെ അടിയിൽ നടന്ന സംഭവങ്ങൾ മനസ്സിലാക്കിയാ തീരുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ. സർ, ഇപ്പൊ നമ്മൾ ലോ ആയിരിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് സെൽഫ് ബിലീഫ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഇത് പറയാമോ? കുറെ ആളുകൾക്കുള്ള ഒരു ചോദ്യമായിരിക്കും അത്. കാരണം ലോ ആയ സമയത്ത് നമ്മളെ തന്നെ എന്ത് ചെയ്യും, ചില സമയത്ത് ഇപ്പൊ ഞാനൊക്കെ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളെ തന്നെ വെറുക്കും നമ്മൾ. ശരിക്ക് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നുള്ള സാധനം, ഞാൻ എന്താണോ, എനിക്ക് എന്തൊക്കെ സ്കില്ലുണ്ട് എന്നുള്ളത് നമ്മുടെ പറഞ്ഞ് പഠിപ്പിക്കണം. അത് ഡെലിബറേറ്റ്ലി ചെയ്യേണ്ടി വരും. ഇപ്പൊ എൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പൊ എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ടാവും, എനിക്ക് കുറെ സ്കില്ലുകളും ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണോ എൻ്റെ സ്കില്ലുകൾ, അതാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങളിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വിശ്വസിക്കോ? നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട എന്താണ്, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്യാമറ, എന്നോട് കുറെ ഇന്റർവ്യൂയിലേക്ക് കുറെ ആളുകൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ എന്താണ് സംസാരിക്കാൻ, എനിക്കങ്ങനെ സംസാരിക്കാൻ കുറെ കാര്യങ്ങൾ പറയാൻ കഴിയുമോ എന്നുള്ള ചിന്ത ആദ്യം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിച്ചു തുടങ്ങിയത്. നിങ്ങൾക്ക് ആ സ്കില്ലുണ്ട്, അപ്പൊ അത് നിങ്ങൾ പറഞ്ഞാലേ അത് മറ്റുള്ളവർക്ക് എത്തുമ്പോഴേ അതിനൊരു എന്താ പറയാ, മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുമ്പോഴേ, മറ്റുള്ളവരുടെ എന്താ പറയാ ഫേസിലൊരു പുഞ്ചിരിയാണ് ശരിക്കും നമ്മുടെ വിജയം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മളിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അത് എഴുതി വെച്ച്, അല്ലെങ്കിൽ അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന് മിററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം, പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതിങ്ങനെ ഡെയിലി രാവിലെ എണീക്കുന്ന സമയത്ത്, ഏറ്റവും നല്ലത് മോർണിംഗിൽ എണീക്കുന്ന സമയത്താണ്. മോർണിംഗിൽ എണീക്കുന്ന സമയത്ത് ക്യാമറന്റെ എന്താ പറയാ മിററിന്റെ ഫ്രണ്ട് പോയിട്ട് യു ആർ കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണോ നമുക്ക് വേണ്ടത് അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആയിപ്പോവും. അതാണ് ചെയ്യേണ്ടത്. സെൽഫ് ബിലീഫ് ഉണ്ടാക്കിയെടുക്കാന്നുള്ള ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരാളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സെൽഫായിട്ട് എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ടെമ്പററി ആണ്. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അത് പോയി. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. സർ, ഇപ്പോൾ ജേർണലിങ്ങിനെ കുറിച്ചിട്ട് നേരത്തെ സംസാരിച്ചല്ലോ. അപ്പം ഇതിനോടൊപ്പം നമുക്കിപ്പോൾ മൈൻഡ്ഫുൾനെസ്, അതുപോലെ ബ്രീത്ത് വർക്ക്, ഇതിലൊക്കെ സാറിന് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ജേർണലിംഗ് തന്നെയാണോ? ജേർണലിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. ജേർണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, അതിന്റെ സയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, അതിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതിന്റെ എഴുതി വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് വേണ്ടത് എന്താണ്, ഒരു കാറ് വാങ്ങാന്നുള്ളതാണ്. അപ്പൊ ഐ വാണ്ട് ടു ബൈ എ കാർ എന്നുള്ളത് പറയരുത് എന്നുള്ളതാണ്. എനിക്ക് കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ബൈ ഇതൊരു ഫ്യൂച്ചറിൽ ഒരിക്കലും വാങ്ങണം, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണം, ഞാൻ നേടും, ഞാൻ വാങ്ങും, അങ്ങനത്തെ ഒരു സംഭവം എന്ത് ചെയ്യരുത്, പറയരുത്. ഇത് അച്ചീവ് ചെയ്തതായിട്ടാണ് ഫീൽ ചെയ്യേണ്ടത്. ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് നെഗറ്റീവാണ് എന്നാലും പറയാം, കബളിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അത് ആദ്യം നമ്മൾ കബളിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇയാൾക്ക് മനസ്സിലാവും. പിന്നെ അവരെന്ത് ചെയ്യും, അത് അറിയാതെ ശരിയാണെന്ന് വിശ്വസിച്ചു പോകും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുകയാണ്, ഐ ബോട്ട് എ കാർ, ഐ ബോട്ട് എ ബെൻസ് കാർ, അല്ലെങ്കിൽ മൈ മന്ത്ലി ഇൻകം ഈസ് ഇത്ര എമൗണ്ട്, മൈ മന്ത്ലി ഇൻകം ഈസ് ഇത്ര എമൗണ്ട്, അങ്ങനെ എഴുതി വെക്കാണ്. അതായത് മൈ മന്ത്ലി ഇൻകം ഈസ് പറഞ്ഞാൽ എന്താ, ഓൾറെഡി നമുക്ക് ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ ഇയാൾ വിചാരിക്കുന്നത് ഇയാള് അത് ഓൾറെഡി ആയി കണ്ടിട്ടോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസുകളും ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മളെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അത് ടെക്നിക്കാണ് അത്. കാരണം പല ആളുകളും എന്നോട് പറയാറുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ട് എനിക്ക് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എഴുതി വെച്ചതൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരുമെന്നുള്ളത്. അവർ അയച്ചു തന്നപ്പോൾ
ഞാൻ എന്താണ് ഇന്ന കാര്യം അച്ചീവ് ചെയ്യും, ഇന്ന കാര്യം അച്ചീവ് ചെയ്യും, അടുത്ത വർഷം ഞാനൊരു കാർ വാങ്ങും, അല്ലെങ്കിൽ ഈ 5 വർഷത്തിനുള്ളിൽ ഞാനൊരു വീട് വെക്കും. അതിന് പകരം നമ്മൾ വീട് വെച്ചു വാങ്ങുമെന്ന് പറയുമ്പോ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നമ്മൾ വാങ്ങിയിട്ടില്ല, നമ്മൾ അതിനുള്ള ഇല്ല എന്നുള്ളതാണ്. വാങ്ങും എന്നുള്ളൊരു സാധനം നമ്മൾ കൊടുക്കരുത്. വാങ്ങി എന്നുള്ള സാധനം അല്ലെങ്കിൽ അച്ചീവ് ചെയ്തു എന്നുള്ള സാധനം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും അതിലേക്ക് കാരണം ഇയാളൊരു ഭയങ്കര സംഭവം. ഇത് ഞാൻ പറയുമ്പോൾ കുറെ ആളുകൾക്ക് ശരി വരും. കാരണം ഇതിന്റെ മൈൻഡിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ബെനിഫിറ്റ്, അതിന്റെ ഒരു അപാര ശക്തി അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. അത് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ്. ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങളിപ്പോ കോടികൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ചെറിയ 1000 രൂപ 10,000 രൂപ സാലറി വാങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും കോടികളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു പവർ ഇതിനുണ്ട്. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ആയിരിക്കും എല്ലാവർക്കും. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് എഴുതി വെക്കാന്നുള്ളത്. കാരണം ഞാനൊരു 100 days മണി മാനിഫെസ്റ്റേഷൻ ജേണൽ എന്നുള്ള സംഭവം ഞാൻ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. 100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഞാൻ ഇപ്പോൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ 100 days ആണ് ചലഞ്ച് ചെയ്തിട്ടുള്ളത്. 100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുള്ള ഇട്ടു. അതുപോലെ തന്നെ ഈ ഒരു കാര്യം മണി അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ 100 days മണി മാനിഫെസ്റ്റേഷൻ ചെയ്യാണെന്നുള്ളത് വാങ്ങിയിട്ട് എന്ത് ചെയ്തത്, അതിലാണ് എന്ത് ചെയ്യുന്നത് കറക്റ്റ് ഞാൻ എഴുതുന്നത്. ഞാൻ മൈ മന്ത്ലി ഇൻകം ഇസ് എന്നുള്ളത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ പല ഭാഗത്തും ഇങ്ങനെ വരും. എനിക്ക് മാത്രമല്ല ആര് ചെയ്താലും വരും. ഇത് ആളുകളിലേക്ക് എത്തണം. ശരിക്കും എഴുതി വെക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്തിയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ, അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്യണം. കുറഞ്ഞ കാലം നമ്മൾ ജീവിക്കുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് നേടാനുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഞാനാണെങ്കിൽ യൂറോപ്പിൽ പോകുന്നത് ഞാൻ എന്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി എഴുതി വെച്ചത്. ഐ വിസിറ്റഡ് എത്ര കൺട്രീസ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് എഴുതി വെച്ചത്. ഇപ്പൊ കാറ് വാങ്ങിയ കാര്യമാണെങ്കിലും ഞാനൊരു ബെൻസ് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയത് ഐ ബോട്ട് ബെൻസ് GLC എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചത്. അത് എഴുതി വെച്ചിട്ടാണ് എന്ത് ചെയ്തല്ലേ വാങ്ങിയത്. ഞാൻ വാങ്ങുന്നതാണെങ്കിൽ അത്ര കാലം ഞാൻ മുമ്പ് എഴുതി വെച്ച് വാങ്ങുന്നായിരുന്നു. വാങ്ങുന്നതാണെങ്കിൽ വാങ്ങൂല, കാരണം ഇയാൾക്ക് അറിയാം ഇത് ഇയാൾക്ക് വാങ്ങാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ വാങ്ങിയതായപ്പോ എന്തായി, ഇയാൾ കുറെ കഴിഞ്ഞപ്പോ വാങ്ങി അങ്ങനെ ഉണ്ടായി. അതൊരു എന്താ പറയാ, കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൗതുകം തോന്നുമെങ്കിലും നല്ലൊരു അടിപൊളി ഒരു ട്രിക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ എൻ്റെ മന്ത്ലി ഇൻകം ആണ്. ഇപ്പം നിങ്ങളൊരു സാലറി വാങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾ കോടികൾ ലക്ഷങ്ങൾ എഴുതണ്ട. ഒരു 30,000 വാങ്ങുന്ന ആളാണെങ്കിൽ ഒരു 50,000 ആക്കി ചെയ്തേക്കും. മൈ മന്ത്ലി ഇൻകം ഇസ് 50,000. അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അടുത്ത കുറഞ്ഞ സമയം കൊണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടും. അല്ലെങ്കിൽ എന്താണ് ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ സെയിൽസിൻ്റെ ഇത് കൂടും. ഇത് അറിയാതെ വരും. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ അടിയിൽ ഒരു സ്ട്രഗ്ലിംഗ് വരും. നേരത്തെ പറഞ്ഞ പോലെ അത് വരുമ്പോൾ നിർത്തരുത്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിന് സെൻട്രൽ ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ട്. ആ സ്ട്രഗ്ലിംഗ് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എത്തൂല എന്നുള്ളത്. പക്ഷെ ഇത് എത്തുമ്പോൾ മനസ്സിലാക്കണം ഇനി കുറച്ചുള്ളൂ ദൂരം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്തും. ഈ കുറെ ആളുകൾ ഗോൾ എഴുതി വെക്കും, ഇതുപോലൊക്കെ എഴുതി വെക്കും, ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ചെയ്യരുത്, മുന്നോട്ട് പോവാ.